ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ മോർണിംഗ്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു എവ്രി വൺ. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ ടീച്ചേഴ്സ് ഡേ വിഷസ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സെപ്റ്റംബർ 6 ഈ വീഡിയോ എടുത്തിട്ടുള്ളത് സെപ്റ്റംബർ 5 ഞാൻ ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്യുന്നു. ഇതിൻ്റെ ഓഡിയോ ഒക്കെ ആഡ് ചെയ്യുന്നതും സെപ്റ്റംബർ 5 തന്നെയാണ്. കെറ്റിലൊട്ടിക്കാനുള്ള പശ വീണ്ടും വീണ്ടും മറക്കുന്നത് കൊണ്ട് കെറ്റിൽ ഇപ്പോഴും പൊളിഞ്ഞു വന്നിരിക്കുകയാണ്. അത് ഒട്ടിക്കണം. പിന്നെ നമ്മുടെ അവൻ്റെ അത് അന്ന് എന്തോ ഞാൻ ഓർക്കുന്നില്ല, കുക്കുവിൻ്റെ ബർത്ത്ഡേയുടെ ഇടയ്ക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും പാത്രം ചിലപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വീണ് കാണും, അല്ലെങ്കിൽ അവിടെ വെച്ചിരുന്ന പ്ലഗ് പോയിൻറ്റിന് എന്തെങ്കിലും പറ്റിക്കാണും. എന്തോ അവൻ്റെ സ്റ്റാർട്ട് ബട്ടണും വർക്ക് ചെയ്യുന്നില്ല. ആ പ്ലഗ് പോയിൻറ്റിൽ അന്ന് കുത്തിയേച്ചാണ് എൻ്റെ റിംഗ് ലൈറ്റും അടിച്ചു പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മേടിച്ചത് പിട്ടാപ്പള്ളിയിൽ നിന്നായിരുന്നു മേടിച്ചത്. കട ഞാൻ ഇപ്പോൾ തപ്പിപ്പിടിച്ചെടുത്തതാണ്, ഇന്നലെ നൈറ്റ് തപ്പിപ്പിടിച്ചെടുത്തതാണ് കേട്ടോ. പിട്ടാപ്പള്ളിയിൽ നിന്നാണ് മേടിച്ചതെന്ന്. ഇതിന് മുൻപ് ആരോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കടയുടെ പേര് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഇവിടെ ഇരവിപുരം കൊല്ലത്ത് പള്ളിമുക്കിലുള്ള ഷോപ്സ് തപ്പി പിട്ടാപ്പള്ളി കണ്ടപ്പോൾ എനിക്ക് ആ ഗാലറിയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നതാണ് അവിടെ നിന്നാണ് മേടിച്ചതെന്ന്. ടോമി അങ്കിളിൻ്റെ വീട് പാലുകാച്ചിന് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് കുക്കറും അയൺ ബോക്സും ഒക്കെ മേടിക്കാൻ പോയപ്പോഴാണ് അവനും കെറ്റിലും ഒക്കെ മേടിക്കുന്നത്. രണ്ടിൻ്റെയും വാറൻറ്റി കാർഡ് സംഭവങ്ങളെല്ലാം നമ്മുടെ അടുത്തുണ്ട്. കെറ്റിൽ പിന്നെ പശ വെച്ച് ഒട്ടിക്കാവുന്ന കേസേ ഉള്ളൂ. അവൻ്റേത് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് 48 hours ആളെ വിടാമെന്നാണ്. പിന്നെ ഇന്ന് എണീറ്റത് സത്യം പറഞ്ഞാൽ 7:30 മണിക്കാണ്. ഇന്നലെ വന്ന് കിടന്നപ്പോൾ അത്രയും ലേറ്റായി. പിന്നെ രാത്രി വന്ന് ഇത്തിരി വേറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് തൽക്കാലം സർപ്രൈസ് ആയിട്ട് ഇരുന്നോട്ടെ, അത് ഞാൻ പെരുന്നാളിൻ്റെ ഇടയ്ക്ക് കാണിച്ചു തരാം. നല്ല ടയേർഡായിട്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. രാവിലെ 6 അലാം വെച്ചതാണ്, മടിയൊക്കെ മാറ്റി ഇറങ്ങണം, കിടന്ന് പിടച്ചടിക്കേണ്ടി വരരുത് എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ 6 അലാം അടിച്ച് എണീറ്റിട്ട് അലാം പിന്നെയും മാറ്റി 7 7 അലാം അടിച്ചപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ബട്ടൺ ഞെക്കിയതാണ്. വീണ്ടും അതൊരു 10 minutes സ്നൂസായിപ്പോയി. അങ്ങനെ നീണ്ട് എന്തായാലും 7:30 ആയപ്പോഴാണ് സോഫയിൽ നിന്ന് പൊങ്ങിയത്. ഇന്നലെയും കിടന്നുറങ്ങിയത് സോഫയിൽ തന്നെയാണ് കേട്ടോ. പെരുന്നാളിൻ്റെ കൊടിയേറ്റം വെള്ളിയാഴ്ച ആണെങ്കിലും ഇവിടെ ആലനും ടീംസിനും കൊടിയേറ്റം ഇന്ന് തന്നെ കഴിഞ്ഞു. ഈ വീട്ടിലേക്ക് വരാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് ഞാനും പിള്ളേരും മാത്രമായിട്ട് മേളിൽ പോയി കിടക്കത്തില്ല. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. ആലൻ ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോയി കിടക്കാറില്ല. അമ്മയുടെ കൂടെ താഴെ കിടന്നു. രാവിലെ എണീറ്റപ്പോൾ പെട്ടെന്നിനി ഉണ്ടാക്കാൻ പറ്റുന്നത് ചപ്പാത്തിയും പരിപ്പ് കറിയാണ്. കുറച്ച് പരിപ്പ് എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അരിഞ്ഞിരുന്ന കുറച്ച് സവാള ഉണ്ടായിരുന്നു, ഒരു ഹാഫ് തക്കാളി, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് ഇതിന് നമുക്കൊരു 2 വിസിലിൽ വേവിക്കാൻ വയ്ക്കാം. കുരിശടിയിൽ ഇന്നാണ് സെറ്റ് വർക്കിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കാനായിട്ട് ആൾക്കാരെത്തുന്നത്. നാളെ കൊടിയേറ്റം ആയതുകൊണ്ട് ഇന്ന് ലൈറ്റിൻ്റെ വർക്കും പിന്നെ സൗണ്ട് ബോക്സും സിസ്റ്റവും ഒക്കെ വെക്കണം. പള്ളിയിലെ നിത്യപൂജയൊക്കെ കഴിഞ്ഞ് ആൾക്കാർ വന്ന് നൊവേനയൊക്കെ പഠിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. മിക്ക ദിവസവും നിങ്ങൾ ഈ ഒരു കാറ് കാണാറില്ലേ, അത് ഡോക്ടർ അങ്കിൾ ജോലിക്ക് പോകുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഫാമിലി ഫ്രണ്ടും പപ്പയുടെ ഫ്രണ്ടും ഒക്കെ ആയ ഞങ്ങളുടെ ഡോക്ടർ അങ്കിൾ. ഇനി എപ്പോഴെങ്കിലും പെരുന്നാളിന് കയ്യിൽ കിട്ടും, ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അത് ഡോക്ടർ അങ്കിളിൻ്റെ കാറാണ് മിക്ക ദിവസവും ഈ പോകുന്നത്. രാവിലെ പെടച്ചടിച്ച് അടുക്കളയിലെ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുരിശടിയിൽ ആ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ആ വിഷ്വൽസും ഒക്കെ എടുക്കണമെന്ന് തോന്നി. അതാണല്ലോ എൻ്റെ വീഡിയോയുടെ ഒരു മെയിൻ ഫീല്. ബുധനാഴ്ച രാവിലെകളിൽ ഇങ്ങനത്തെ പാട്ട് കേട്ട് ഉണർന്നുകൊണ്ടിരുന്ന അതേ ഒരു ഫീലാണിപ്പോൾ. ഇനിയിപ്പോൾ പെരുന്നാൾ തീരുന്നവരെ എല്ലാ ദിവസവും പാട്ടിടും. കുരിശടിയുടെ ഫുട്ടേജൊക്കെ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ ബോട്ടും ഒക്കെ കാണിച്ച് അകത്ത് വന്നപ്പോഴത്തേക്ക് പരിപ്പ് നല്ല പോലെ വെന്തു. അടിയിൽ പിടിച്ചു, പക്ഷേ കരിഞ്ഞില്ല. പക്ഷേ വെള്ളമൊക്കെ വറ്റിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഞാൻ പരിപ്പ് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുക്കറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പരിപ്പ് താളിക്കാനായിട്ട് ഞാൻ കടായി വെച്ചപ്പോഴേക്ക് നിലു എണീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കൊഞ്ചല. എണീറ്റ് വന്ന് ഞാനാണ് എടുക്കുന്നത്. അമ്മ എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ അവൻ അമ്മ എടുക്കണം. അമ്മ ഫ്രീ ആണ്, ഞാൻ എന്തെങ്കിലും പണിയെടുക്കുവാണെങ്കിൽ അവന് ഞാൻ എടുക്കണം. ഇനി ഞങ്ങൾ രണ്ടുപേരും വെറുതെ ഇരിക്കുവാണ്, അലൻ ചെടി നനയ്ക്കുവാണെങ്കിൽ എണീറ്റ് വരുമ്പോൾ അവന് അലൻ എടുക്കണം. പരിപ്പിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് തന്നെയാണ് വേവിച്ചിരിക്കുന്നത്. പിന്നെ എപ്പോഴത്തെയും പോലെ പരിപ്പ് താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉള്ളിയും ചെറിയുള്ളിയും ഒന്നും ഞാൻ പരിപ്പ് കറി താളിക്കുമ്പോൾ ഇടാറില്ല. പിന്നെ ഒരു വറ്റൽമുളക് 2 കഷ്ണമാക്കിയത്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി എപ്പോഴത്തെയും പോലെ. ഇന്നത്തേക്ക് വേണ്ടി യാതൊരു കാര്യവും ഇന്നലെ ഒരുക്കി വെക്കാൻ പറ്റിയിട്ടില്ല. ഇനി മീൻ കറി വെക്കണം, മീൻ പൊരിക്കണം, വെജിറ്റബിൾ എന്തെങ്കിലും ഉണ്ടാക്കണം.
മീൻ അമ്മ ഇന്നലെ തന്നെ അരപ്പ് പുരട്ടിയും കറിക്കുള്ളതും ഒക്കെ ഫ്രിഡ്ജിൽ ഓരോ പാത്രത്തിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്തൊന്നും ഞാനില്ലായിരുന്നു. വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്പോൺസേഴ്സിനെ കാണാനും പിന്നെ അത്യാവശ്യം വിട്ടുപോയ കുറച്ച് വീടുകളിലൊക്കെ പിരിക്കാനുമായിട്ട് ഞങ്ങൾ വൈകുന്നേരമാണ് ഇറങ്ങുന്നത്. ഒരു 5 മീനോളം ആ ബോക്സിൽ അരപ്പ് പുരട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഞാനതൊന്ന് 3 മാത്രമേ പൊരിക്കാൻ എടുത്തുള്ളൂ. ഇനി ഇവരെ എല്ലാവരെയും കൂടെ തിക്കി തിരക്കി കിടത്താനൊന്നും എനിക്ക് വയ്യ. ആലനും കുക്കൂനും നില്ലുവിനും ഉള്ളതൊക്കെ അതിൽ കാണും. പിന്നെ എനിക്കാണെങ്കിൽ ആ മുള്ളൊക്കെ ഒന്ന് കടിച്ചു കൂട്ടിയാലും മതി. പൂച്ചയാണെന്ന് വിചാരിക്കരുത്. അതൊക്കെ എനിക്കിഷ്ടമാണ്. വാലിൻ്റെ അറ്റത്തെ മുള്ളൊക്കെ കടിച്ച് ചവച്ചങ്ങ് കഴിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പരിപ്പ് താളിച്ചത്. നേരത്തെ അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിരുന്നു. അതുകൊണ്ടാണ് താളിച്ചിട്ടപ്പോൾ ഷൂ 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 എന്നും പറഞ്ഞൊരു സൗണ്ടോ അല്ലെങ്കിൽ ആ പരിപ്പിന് വലിയ ഭാവമാറ്റമൊന്നും ഇല്ലായിരുന്നത്. ചൂടൊക്കെ ഒന്ന് ആറിയായിരുന്നു ഞാൻ ഇങ്ങോട്ടെടുത്ത് ഒഴിച്ചപ്പോഴേക്ക്. ഇനി മീൻകറി വെക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. വലിയ ആഡംബരമൊന്നും ഇല്ലാത്ത പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന മീൻകറിയാണ്. ഇതൊക്കെ കൂടെ മിക്സിയിലൊന്ന് ചതയ്ക്കാം. പക്ഷേ മിക്സി എടുത്ത് ഓൺ ചെയ്ത് കുത്തി ജാറൊക്കെ വെക്കാനായിട്ട് എനിക്ക് ക്ഷമയില്ല, സമയവും ഇല്ല. സത്യത്തിൽ അതാണ് എളുപ്പം. പക്ഷേ മിക്സി നമ്മളെടുത്ത് ഷെൽഫിൽ വെക്കുന്നതുകൊണ്ട് അതെടുത്ത് കണക്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ഗ്യാസിൻ്റെ സൈഡിലുള്ള റൗണ്ട് ലൈറ്റിൻ്റെ LED ലൈറ്റിൻ്റെയൊക്കെ പ്ലഗ് ഊരിയിട്ട് വേണം അവിടെ കണക്ട് ചെയ്യാനായിട്ട്. ഇനി അത് കണക്ട് ചെയ്ത് അവിടെ ചതച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം മാറ്റി കുത്തിയിട്ട് വേണം കറി ഉണ്ടാക്കുന്നത് എടുക്കാനായിട്ട്. അതുകൊണ്ട് എളുപ്പം ഇതാണെന്ന് തോന്നിയതുകൊണ്ട് നമ്മുടെ ഇടികല്ലെടുത്ത് അതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ചതച്ച് മാറ്റിയിട്ട് പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ചതച്ചെടുത്തു. ഇനി മീൻകറി വെക്കാനായിട്ട് ഒരു കറിച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിൽ കൂടുതലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കടുകും കുറച്ച് ഉലുവയും കുറച്ച് ചെറിയ ജീരകവും കൂടി ഇടുന്നുണ്ട്. കടുകും ജീരകവും ഉലുവയും ഒക്കെ കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ടാൽ ഉടനെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അല്ലെങ്കിൽ കറിയിൽ ഒരു കുത്തും ഒരു പുകച്ചിലും ഒത്തിരി എരിവൊക്കെ പോലെ നമുക്ക് തോന്നും. നന്നായിട്ട് അതൊന്ന് ഫ്രൈ പരുവത്തിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മുരിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെയാണ് പച്ചമുളകിൻ്റെ എരിവും എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞു വരുമ്പോൾ കുറച്ച് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഈ ഐറ്റംസിൻ്റെയൊക്കെ തൊലി ഒന്ന് മുരിഞ്ഞൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇടാം കേട്ടോ. ഇതൊന്നും ഞാൻ അരിഞ്ഞൊന്നും വെച്ചതൊന്നുമല്ല. പച്ചമുളകും തക്കാളിയൊക്കെ ഇപ്പോൾ ഓടിപ്പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ്. ഒന്നാമത് ലേറ്റായിപ്പോയി. പിന്നെ അമ്മ വെക്കുമെന്ന് വെച്ച് പോയാൽ നിലു അമ്മേനെ ഇട്ട് കോലപ്പെടുത്തിയാൽ പിന്നെ അമ്മയ്ക്കും അതൊരു വിഷമാവും. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ എല്ലാം വെച്ചിട്ട് സമയം താമസിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഭ്രാന്തിളകി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ദേഷ്യമുണ്ട് എനിക്ക് സമയം പോയതിൽ. അപ്പം ഞാൻ ഇന്നും മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനി മേലെ ഇങ്ങനെ താമസിച്ചിടന്ന് ഉറങ്ങരുത്, നേരത്തെ എണീക്കണം. മുൻപ് നേരത്തെ എണീറ്റുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് തന്നെ തോന്നുന്നു ചിലപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ കണക്കുകൾ കുറച്ച് കൂടി പോകുന്നത് കൊണ്ടാണ് ടയേർഡായി പോകുന്നത് ബോഡി. വൈകുന്നേരം സ്കൂളിൽ നിന്ന് 3 മണിക്ക് വന്നിട്ട് കിട്ടുന്നൊരു ഉറക്കം ഉണ്ടല്ലോ, അതിപ്പോൾ കിട്ടുന്നില്ലല്ലോ. പെട്ടെന്നുണ്ടാക്കാൻ ഇനി പറ്റുന്ന പച്ചക്കറി ക്യാബേജ് മാത്രമേ ഉള്ളൂ. ക്യാബേജ് ഈ റെസിപ്പി ഞാൻ മുമ്പും ഷെയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിച്ച് കുറച്ച് സവാള അരിഞ്ഞതോ കൊച്ചുള്ളി ഇട്ടതോ ഒക്കെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അത് ഒന്ന് വഴറ്റാൻ വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് മീൻകറിയിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും സാദാ മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഏറ്റവും അവസാനം ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ചൂരയുടെ പീസാണ് കറിയാക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇത്തിരി എരിവ് കൂടിയാലും നല്ല ഫ്ലഷി ഫിഷ് ആയതുകൊണ്ട് അത് മാംസം പിടിച്ചോളും കുറച്ച് എരിവൊക്കെ. ക്യാബേജിന് വെച്ച സവാള അപ്പോഴേക്ക് ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങിയിരുന്നു. അതിലേക്ക് പിന്നെ നമ്മൾ നുറുക്കി വെച്ച ക്യാബേജ് എടുത്തിട്ടു. അത്ര ചെറുതായിട്ടോ ഫൈനായിട്ടോ ഒന്നും മുറിച്ചിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ വാരിയിട്ടിട്ട് ഇത് തിങ്ങി പോകത്തൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ചുരുങ്ങും. അതൊന്ന് ചുരുങ്ങാൻ വെച്ചിട്ട് കറിയിലേക്ക് ഞാൻ കുടംപുളിയും പിഴിയുന്ന പുളിയും കൂടി ഒരുമിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിൻ്റെ ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കിണ്ണിക്കകത്തു നിന്ന് തന്നെ കുടംപുളി കഴുകിയതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അരപ്പ് ഒരു കുഴമ്പ് പരുവത്തിലായപ്പോൾ അതങ്ങനെ കുറച്ച് നേരം തിളയ്ക്കാൻ വിട്ടിട്ടാണ് അതിലേക്ക് പിന്നീട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. ഈ കുഴമ്പ് പരുവത്തിലൊന്ന് വേവിച്ച് സെറ്റ് ചെയ്തെടുത്താൽ കറിക്ക് കൊഴുപ്പ് കൂടിക്കിട്ടും. ക്യാബേജിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും അല്ലാതെ വേറൊരു സാധനവും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയിട്ട് അത് നന്നായിട്ട് ഇളക്കി ഏതാണ്ട് ഈ ഒരു കളറിലും ഭംഗിയിലും ഇരിക്കും ക്യാബേജ് കഴിക്കാനായിട്ട്. ഇത് ഇത്രയും തന്നെ മതി കേട്ടോ. ക്യാബേജ് ഒത്തിരി വേവണമെന്നും എനിക്കില്ല. നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് നിങ്ങൾക്കത് കുക്ക് ചെയ്തെടുക്കാം. കറിക്കായിട്ടുള്ള അരപ്പ് ആ കുഴമ്പ് പരുവത്തിലിരുന്ന് നന്നായിട്ട് തിളച്ച് പൊങ്ങിയൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. കൂടി പോവാതിരിക്കാൻ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ മാറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പീസസേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇത് ധാരാളമാണ്. മിക്കവാറും ഈ കറി തന്നെ നാളത്തേക്കും എടുക്കാൻ കാണും. അതാണ് ഇവിടുത്തെ അവസ്ഥ.
കുക്കുവിനും എനിക്കും ആലനും നല്ലപോലെ കറിയൊക്കെ വേണമെങ്കിലും അമ്മ ഒട്ടും അങ്ങനെ കറി അങ്ങനെ എടുത്ത് കഴിക്കാറില്ല. അപ്പം എന്താണെന്ന് അറിയത്തില്ല, ഒരു ദിവസം വെച്ച് എന്തായാലും പിറ്റേ ദിവസത്തേക്ക് ഇവിടെ കറി കാണും. പിന്നെ അതിന് മീതേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവ് എനിക്ക് തോന്നിയതുകൊണ്ട് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു എന്നാണ് ഇതിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ തീ അപ്പോഴേ ഓഫ് ചെയ്തേക്കണം. പിന്നെ ചോറും കറികളും ഒക്കെ വെച്ചത് അപ്പുറത്തേക്ക് മാറ്റി അടുക്കി പറക്കി വെച്ചിട്ട് ഗ്യാസിൻ്റെ പുറമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചു. ഞാൻ ആ തുടച്ചുകൊണ്ടിരുന്ന ആ ഒരു മാറ്റങ്ങ് കീറി തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത സെറ്റ് എടുക്കണം. പക്ഷേ ഞാൻ എവിടെ വെച്ചു എന്ന് എനിക്ക് ഒരു പിടിയുമില്ല. മീഷോയിൽ നിന്ന് ഒരു 5 എണ്ണത്തിൻ്റെ സെറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബാക്കി പിന്നെ വൈകുന്നേരം കണ്ടുപിടിച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് കരുതി. ഇതിൻ്റെയൊക്കെ ഇടയിൽ കുക്കു സാറിൻ്റെ മാത്സിൻ്റെ പഠിത്തവും നടക്കുന്നുണ്ട് കേട്ടോ. മാത്സ് ആയതുകൊണ്ട് അങ്ങനെ കാണാതെ പഠിക്കണ്ടല്ലോ. ചുമ്മാ കുറച്ച് നമ്പേഴ്സ് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കും. അവൻ കറക്റ്റായിട്ട് അഡീഷൻ ചെയ്യാനുള്ളിടത്ത് സബ്ട്രാക്ഷൻ ചെയ്യാനുള്ളിടത്ത് അഡീഷനും ചെയ്ത് കൊടുക്കും. അവിടെ വന്ന് എന്തോ നോണ്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അമ്മ പൊന്നൂന്ന് വിളിച്ചതിനാണ് ആ ഓടി വന്നത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി സ്കൂളിലേക്ക് പോവുകയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് സ്നാക്സ് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കുവാണ് കേട്ടോ കുക്കു സാറ്. ഞാനെടുത്ത് വെച്ചിരുന്നു. എന്നാലും പിന്നെ അവൻ്റെ സമാധാനത്തിന് അവൻ ആ ബോക്സ് കാണണം. കാരണം ഇന്നലെ വില്യംസിൻ്റെ വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്ക് സ്നാക്സിന് അവിടെ ബിസ്ക്കറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പക്കാവടയാണ് എടുത്ത് വെച്ചിരുന്നത്. ഇന്ന് ഞാൻ ബിസ്ക്കറ്റ് വെച്ചോ എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് അവിടെ ആ സ്ലൈഡിൽ കുക്കു സാറ് റിലാക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2-3 കുട്ടികളെ വിളിക്കാൻ വരാൻ ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾ എത്താനും ലേറ്റായി. തിരിച്ച് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ സെറ്റ് വർക്കിൻ്റെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി തൊട്ട് നാളെ പകലും ഒക്കെ ഇവിടെ ഫുള്ള് പാട്ടും ബഹളമൊക്കെ ആയിരിക്കും. ഓഡിയോ ആഡ് ചെയ്യാൻ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ കുറച്ചായിട്ട് ആഡ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാം. സ്കൂളിൽ നിന്ന് എത്തിയപ്പോഴത്തേക്ക് നല്ല തലവേദന. ഇങ്ങനൊരു ടാബ്ലറ്റും എടുത്ത് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ട് പറഞ്ഞു ചോറ് കഴിക്കാത്തതിൻ്റെയാണ് തലവേദന എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചോറ് എനിക്ക് മാറി തന്നു, കുക്കുവിന് മാറി തന്നു. പിന്നെ ഒന്ന് കിടന്ന് എണീറ്റപ്പോഴേക്ക് അമ്മ ചായ ഇട്ട് തന്നു. കുറച്ച് പഠിച്ചിട്ട് ഞങ്ങൾ അപ്പുറത്ത് നൊവേനയ്ക്ക് പോയി. പ്രാർത്ഥനകൾ നിങ്ങളെ കേൾപ്പിക്കണമല്ലോ. അപ്പോൾ ഇനി ഇന്നത്തെ നിയോഗങ്ങളും കടൽ കാഴ്ചകളും. മകൾ ഗർഭിണിയായ ശാരീരിക അസ്വസ്ഥത മൂലം ആശുപത്രിയിൽ കഴിയുന്നു. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൽ മാതാവിനോടൊക്കെ അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഗതാഗത മകൾ തൻ്റെ മൂത്ത മകൻ്റെ ദുശീലം മാറുന്നതിനും ഇളയ മകൻ നന്നായി പഠിക്കാൻ മനസ്സ് കൊടുക്കുകയും കുടുംബത്തിൻ്റെ എന്നോട് കമൻറ്റ് ബോക്സിൽ പലരും ചോദിച്ചു കടലിൻ്റെ അടുത്ത് താമസിക്കുന്നതിന് പേടിയില്ലേന്ന്. പേടിയില്ല കേട്ടോ. നമ്മളല്ല, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ ഈ കടലിൻ്റെ മുന്നിൽ തന്നെയാണ്, ഈ കുരിശുമൂട്ടിൽ തന്നെയാണ്. ഞങ്ങൾ വൈകുന്നേരത്ത് പറമ്പിൽ കളിക്കുന്നതിനേക്കാളും കൂടുതൽ ഈ കടപ്പുറത്താണ് കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ കടപ്പുറമൊക്കെ തീരെ കുറവാണ്. അത് കടൽ കയറി കുറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉള്ള കടപ്പുറത്ത് ഞാൻ നിലുവിനെയും കുക്കുവിനെയും എനിക്ക് പറ്റുമ്പോഴൊക്കെ കൊണ്ടിരുത്തി കളിപ്പിക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ ഓഡിയോ ആഡ് ചെയ്യുന്നത് ഞാൻ ഇന്ന്, അതായത് കൊടികയറ്റത്തിൻ്റെ അന്ന് രാവിലെ കൊല്ലത്ത് പോയതാണ്. ഇവിടെ നമ്മുടെ സ്നേഹവിരുന്നിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്ക് 4 മണിയായി. ഓടിപ്പിടച്ച് പോയി കൊടിയേറ്റവും കണ്ടിട്ട് അച്ഛൻ്റെ പ്രസംഗം നടക്കുന്ന സമയത്താണ് ഞാൻ വന്നിട്ട് ഈ ക്ലിപ്പിന് ഓഡിയോ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് ഭയങ്കര പഠിത്തമായതുകൊണ്ട് കുറച്ച് നേരം കടപ്പുറത്ത് പോകാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാനും കുക്കുവും കൂടെ നേർച്ചയൊക്കെ വാങ്ങിച്ച്, പായസമായിരുന്നു കേട്ടോ, കുടിച്ചേച്ച് ഞങ്ങൾ 2 പേരും കൂടെ കടപ്പുറത്തേക്ക് ഇറങ്ങി. അവിടെ കുറേ കൊറ്റികളുണ്ടായിരുന്നു. അതിനെ ഓടിച്ച് കളിക്കുമായിരുന്നു അവൻ. പിന്നെ ഇനിയിപ്പോൾ സൺസെറ്റൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. EVS ആയതുകൊണ്ടും എനിക്കിന്നും ടെൻഷൻ കുറവാണ്. EVS ഒക്കെ പിന്നെ പെട്ടെന്ന് പഠിച്ചോളും. ഹിന്ദി മലയാളം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ ടെൻഷനില്ല ഇവൻ്റെ കാര്യത്തിൽ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ജിതിൻ ഇന്ന് പോവുകയാണെന്ന്. ഇതാണ് കേട്ടോ ജിതിൻ. ഞാനിവനെ പിടിച്ച് നിർത്തി, നീ ഞങ്ങൾക്കൊക്കെ ടാറ്റ പറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് പിടിച്ച് നിർത്തിയതാണ്. ഇന്ന് 7 മണിക്ക് അവൻ എയർപോർട്ടിലേക്ക് പോവും. നാളെയാണ് ഫ്ലൈറ്റ്. പെരുന്നാൾ മിസ്സായതിൻ്റെ സങ്കടം അവനും ഉണ്ട്, ലുവിക്കുട്ടനും ഉണ്ട്. ഇവൻ ഞങ്ങളുടെ കുരിശുമൂട്ടിലെ ഒരു ചെറിയ ഋത്തിക് റോഷനാണ് കേട്ടോ. ഞാൻ അവനെ അങ്ങനെ കളിയാക്കി വിളിക്കുന്നത്. നല്ലൊരു ഡാൻസറാണ് അവൻ. സാധാരണ ഈ കുട്ടികളുടെ പരിപാടി നമ്മൾ ഡാൻസ് വയ്ക്കുമ്പോഴത്തേക്ക് ഇവരുടെ വക ഒരു ഡാൻസ് ഉണ്ടാവും, സി ഡയമണ്ട്സിൻ്റെ. അവരിങ്ങനെ കടപ്പുറത്തു നിന്നൊക്കെ കളിച്ച് സ്റ്റേജിൽ വരും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിക്കും. പക്ഷേ ഇപ്രാവശ്യം ജിതിൻ പോകുന്നത് കൊണ്ട് അവരങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അവർ കളിക്കുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പുറത്തെ അലങ്കാര പണികളൊക്കെ അത്രയ്ക്കൊക്കെ ആയി. ഞങ്ങൾ പഠിക്കാനിരുന്നപ്പോൾ സെറ്റ് വർക്കുകാർ പാട്ടിട്ടു. പുറത്ത് അത്രയും ബഹളം നടക്കുന്നതുകൊണ്ടും കൂട്ടുകാരൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ടും പെട്ടെന്ന് പഠിച്ചിട്ട് പുറത്തോട്ട് പോകണമെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. സമയം ഇപ്പോൾ ഒരു 9 ആയി. ഇനി കുരിശുമൂടിന് അങ്ങനെ രാവും പകലും ഒന്നുമില്ല. പെരുന്നാൾ തീരുന്നത് വരെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. 10-12 മണിക്കും ഞങ്ങളൊക്കെ വെളിയിൽ കാണും. ചിലപ്പോൾ 3 മണി വരെയൊക്കെ ഞങ്ങൾ വെളിയിൽ തന്നെ കാണും.
അമ്മ നിലുവിനെ ഉറക്കാനായിട്ട് അവിടെ കടപ്പുറത്തല്ല ആലനൊക്കെ ഇരിക്കുന്നിടത്ത് ഇരിപ്പുണ്ട്. ആലൻ്റെ ഫ്രണ്ട് ലാസറും ഇന്ന് പോവുകയാണ്. അവർ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരാൻ ലേറ്റ് ആവും. അപ്പോൾ ആ സ്ഥലം അവിടെ വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. ഇനി ഇതാണ് നാളെ കൊടി കയറാനുള്ള ഞങ്ങളുടെ കൊടിമരം. കൊടി പുതിയത് തയ്പ്പിക്കാനൊക്കെ മാത്തൻ ചേട്ടൻ പ്രസിദ്ധേന്തിയാണ് കേട്ടോ. എന്താണ് റിയൽ പേരെന്ന് എനിക്കറിയത്തില്ല. മാത്തൻ ചേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അതുകൊണ്ട് ഞാനും അങ്ങനെ പറയുന്നു. പുതിയ കൊടിയൊക്കെ തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. നാളെ കിട്ടും. കുരിശടിയിലെ ലൈറ്റിൻ്റെ അതേ ഷെയ്ഡ് ലില്ലിയംസിൻ്റെ വീട്ടിലും അടിക്കുന്നുണ്ട്. പാട്ടിനൊത്ത ലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ലില്ലിയംസിയുടെ വീട്ടിലും ആ ലൈറ്റൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഞാൻ വീട്ടിലേക്ക് പോകാൻ നേരം വരുന്നു കൊച്ചുപപ്പ. ഞാൻ പറഞ്ഞു ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകാൻ. ഇപ്പോൾ നല്ല സ്റ്റൈലിൽ ഒരു ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് പോകും കേട്ടോ. ഞങ്ങൾ പോകാൻ നേരത്ത് അമ്മയും കയറി നിലുവായിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ പോയി കിടന്നുറങ്ങാൻ പോവാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് കൊടികയറ്റത്തിൻ്റെ വീഡിയോയിൽ കാണാം. ബൈ.